പിതാവിൻ്റെയും ജീവനുള്ള പരിശുദ്ധരുഹായുടെയും തിരുനാമത്തിൽ ആമേൻ. യഹൂദർ അവനെ എറിയാൻ വീണ്ടും കല്ലെടുത്തു. യേശു അവരോട് ചോദിച്ചു, പിതാവിൽ നിന്നുള്ള അനേകം നല്ല പ്രവൃത്തികൾ ഞാൻ നിങ്ങളെ കാണിച്ചു. ഇവയിൽ ഏത് പ്രവൃത്തി മൂലമാണ് നിങ്ങൾ എന്നെ കല്ലെറിയുന്നത്? യഹൂദർ പറഞ്ഞു, ഏതെങ്കിലും നല്ല പ്രവൃത്തികൾ മൂലമല്ല, ദൈവദൂഷണം മൂലമാണ് ഞങ്ങൾ നിന്നെ കല്ലെറിയുന്നത്. കാരണം മനുഷ്യനായിരിക്കെ നീ നിന്നെ തന്നെ ദൈവമാക്കുന്നു. യേശു അവരോട് ചോദിച്ചു, നിങ്ങൾ ദൈവങ്ങളാണെന്ന് ഞാൻ പറഞ്ഞുവെന്ന് നിങ്ങളുടെ നിയമത്തിൽ എഴുതപ്പെട്ടിട്ടില്ലേ? വിശുദ്ധ ലിഖിതം നിറവേറാതിരിക്കുകയില്ലല്ലോ. ദൈവവചനം ആരുടെ അടുത്തേക്ക് വന്നുവോ അവരെ ദൈവങ്ങളെന്ന് അവർ വിളിച്ചു. അങ്ങനെയെങ്കിൽ പിതാവ് വിശുദ്ധീകരിച്ച് ലോകത്തിലേക്ക് അയച്ച എന്നെ ഞാൻ ദൈവപുത്രനാണ് എന്ന് പറഞ്ഞതുകൊണ്ട് നീ ദൈവദൂഷണം പറയുന്നു എന്ന് നിങ്ങൾ കുറ്റപ്പെടുത്തുന്നുവോ? ഞാൻ എൻ്റെ പിതാവിൻ്റെ പ്രവൃത്തികൾ ചെയ്യുന്നില്ലെങ്കിൽ നിങ്ങൾ എന്നെ വിശ്വസിക്കേണ്ട. എന്നാൽ അവ ചെയ്യുന്നെങ്കിൽ നിങ്ങൾ എന്നിൽ വിശ്വസിക്കുന്നില്ലെങ്കിലും ആ പ്രവൃത്തികളിൽ വിശ്വസിക്കുവേൻ. അപ്പോൾ പിതാവിനിലും ഞാൻ പിതാവിലും ആണെന്ന് നിങ്ങൾ അറിയും. അറിവിൽ നിലനിൽക്കുകയും ചെയ്യും. വീണ്ടും അവനെ ബന്ധിക്കുവാൻ ശ്രമിച്ചു, എന്നാൽ അവൻ അവരുടെ ഇടയിൽ നിന്ന് രക്ഷപ്പെട്ടു. ത്രിയേക ദൈവത്തിൻ്റെ അതിപരിശുദ്ധ നാമം മഹത്വപ്പെടുമാറാകട്ടെ. ക്രിസ്തുയേശുവിൽ ഏറ്റവും സ്നേഹിക്കപ്പെടുന്നവരെ, വിശുദ്ധ യോഹന്നാൻ ശ്ലീഹ എഴുതിയ സുവിശേഷം 10-ാം അധ്യായം 31 മുതൽ 39 വരെയുള്ള വാക്യങ്ങളാണ് നാം ഇപ്പോൾ വായിച്ചു കേട്ടത്. യേശു തമ്പുരാൻ ജെറുസലേമിലെ പ്രതിഷ്ഠയുടെ ദിനത്തിൽ പഠിപ്പിച്ചുകൊണ്ടിരിക്കെ എല്ലാവരോടുമായി പറയുന്നു, യേശുവിൻ്റെ വചനത്തിൽ നിലനിന്നാൽ, ആരും യേശുവിനോട് ചേർന്ന് നിന്നാൽ ആരും നശിച്ചു പോകുകയില്ല. ആരെയും പിടിച്ചുകൊണ്ട് ശത്രുക്കളാരെയും പിടിച്ചുകൊണ്ട് പോകുകയുമില്ല എന്ന് യേശു തമ്പുരാൻ പഠിപ്പിക്കുന്നു. ഇത് പറയുമ്പോഴാണ് യഹൂദർ അവനെ എറിയുവാൻ വീണ്ടും കല്ലുകൾ എടുക്കുന്നത്. എന്തുകൊണ്ടാണ് യഹൂദന്മാർ യേശുവിനെ എറിയുവാൻ കല്ലുകൾ എടുക്കുന്നത്? യോഹന്നാന്റെ തന്നെ സുവിശേഷത്തിലേക്ക് കടന്നു ചെല്ലുമ്പോൾ ഇതിനു മുമ്പ് 5-ാം അധ്യായത്തിലും 8-ാം അധ്യായത്തിലും യേശുവിനെ എറിഞ്ഞു കൊല്ലുവാൻ അവർ ശ്രമിക്കുന്നുണ്ട്. അപ്പോൾ പിതാവുമായുള്ള തൻ്റെ ബന്ധത്തെക്കുറിച്ച് പറയുമ്പോഴാണ്, താനും പിതാവും ഒന്നാണ് എന്ന സത്യം അവർ പറയുമ്പോഴാണ് യേശു തമ്പുരാനെ അവർ എറിയുവാൻ കല്ലുകൾ എടുക്കുന്നത്. ഇവിടെയും അത് തന്നെയാണ് സംഭവിക്കുന്നത്. പ്രിയമുള്ളവരെ, ഇവിടെ ഈ വചനഭാഗത്ത് കൃത്യമായി പറയുന്നു, യേശു തമ്പുരാൻ ചെയ്ത പ്രവൃത്തികൾ മൂലമല്ല, മറിച്ച് യേശു ദൈവദൂഷണം പറയുന്നു. അതായത് താൻ ദൈവപുത്രനാണെന്നും താൻ ദൈവത്തിൽ നിന്ന് വന്നു എന്ന് പറയുന്നത് കൊണ്ടാണ് യേശുവിനെ കല്ലെറിയുവാൻ അവർ ഒരുങ്ങുന്നത് എന്ന് കൃത്യമായി പറയുന്നു. ഇവിടെ മാത്രമേ ഉള്ളൂ എന്തുകൊണ്ടാണ് യേശുവിനെ കൊല്ലുവാൻ യഹൂദർ പരിശ്രമിക്കുന്നത് എന്ന് കൃത്യമായി പറയുന്നത്. അതിൻ്റെ കാരണം ദൈവദൂഷണം പറയുന്നു. അപ്പോൾ ഈ ദൈവദൂഷണം പറയുന്നു എന്ന് പറയുമ്പോൾ താൻ യഥാർത്ഥത്തിൽ ദൈവമാണ്, ദൈവപുത്രനാണ് എന്ന് അവരെ മനസ്സിലാക്കുകയാണ് യേശു വചനത്തിലൂടെ. യേശു തമ്പുരാൻ എപ്പോഴും നമുക്കറിയാം, തിരുവചനം എടുത്തുകൊണ്ടാണ് ഓരോ കാര്യങ്ങളും പഠിപ്പിക്കുന്നത്. പഴയ നിയമ വചനഭാഗങ്ങൾ അവർക്ക് സുപരിചിതമായിരുന്ന വചന ഭാഗങ്ങൾ വ്യാഖ്യാനിച്ചുകൊണ്ട് ആ കാര്യം തന്നെയാണ് ഇവിടെയും യേശു തമ്പുരാൻ ചെയ്യുന്നത്. 82-ാം സങ്കീർത്തനം എടുത്തുകൊണ്ട് യേശു തമ്പുരാൻ അവിടെ നിന്ന് ഇപ്രകാരം ഉദ്ധരിക്കുകയാണ്, നിങ്ങൾ ദൈവങ്ങളാണ്, അത്യുന്നതൻ്റെ പുത്രരാണ് എന്ന് സങ്കീർത്തനം 82 പറയുന്നുണ്ട്. അത് എന്തുകൊണ്ടാണ് പറയുന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയും. കാരണം ദൈവത്തിന് മാത്രമുള്ളതായ വിധിക്കാനുള്ള അധികാരം ദൈവവചനമനുസരിച്ച് വിനിയോഗിക്കാൻ നിയോഗിക്കപ്പെട്ടവരെയാണ് നിങ്ങൾ ദൈവങ്ങളാണ്, അത്യുന്നതൻ്റെ പുത്രന്മാരാണ് എന്ന് പറയുന്നത്. ദൈവവചനം കൂടെയുള്ളവർ ദൈവവചനം വ്യാഖ്യാനിക്കുകയും ദൈവവചനമനുസരിച്ചുകൊണ്ട് വിധിക്കുവാനും നിയോഗിക്കപ്പെട്ടവരെ ദൈവങ്ങളെന്ന് പറയുന്നില്ലേ? അത് വചനത്തിൽ പറയാൻ നിങ്ങൾക്കറിയത്തില്ലേ? അങ്ങനെയെങ്കിൽ ഇവർ സാധാരണ മനുഷ്യരാണ്, നിങ്ങളുടെ ഇടയിൽ നിന്ന് തന്നെയുള്ളവരായിരുന്നു. ഇവർ ഈ വചനത്തോട് ചേർന്ന് നിന്നുകൊണ്ട് അവരെ ദൈവങ്ങളെന്ന് വിളിച്ചു. അങ്ങനെയെങ്കിൽ വചനമായി ദൈവത്തോടു കൂടെയായിരുന്നവൻ
ദൈവത്താൽ അയക്കപ്പെട്ടവൻ, ദൈവത്താൽ വിശുദ്ധീകരിക്കപ്പെട്ടവൻ, ദൈവത്തിൽ നിന്ന് വിധിക്കുവാനുള്ള അധികാരം ലഭിച്ച ഞാൻ ദൈവപുത്രനാണ് എന്ന് പറയുന്നത് കൊണ്ട് നിങ്ങൾ എന്നെ കല്ലെറിയുന്നുവോ എന്ന് യേശു തമ്പുരാൻ ചോദിക്കുകയാണ്. പ്രിയമുള്ളവരെ, എന്നിട്ട് യേശു തമ്പുരാൻ പറയുകയാണ്, തൻ്റെതായ യാതൊരു പ്രവൃത്തിയും ചെയ്യുന്നില്ല. താൻ ചെയ്യുന്നതും പഠിപ്പിക്കുന്നതുമെല്ലാം പിതാവുമായുള്ള ഗാഢമായ ബന്ധത്തിൽ നിന്നാണ്. യേശുവിൻ്റെ അവബോധം യേശു തമ്പുരാൻ പറഞ്ഞു മനസ്സിലാക്കുകയാണ്. കാരണം യേശു ലോകത്തിലേക്ക് കടന്നു വന്നതും പ്രവർത്തിക്കുന്നതുമെല്ലാം പിതാവുമായുള്ള ഗാഢമായ ബന്ധമാണ്. ഈ ബന്ധമെന്ന് പറയുന്നത് അത് സ്നേഹത്തിൽ അധിഷ്ഠിതമാണ്. വിട്ടുപിരിയാത്തതായ യേശുവും പിതാവുമായുള്ള ബന്ധത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇത് എന്ന് പ്രിയമുള്ളവരെ, യേശു തമ്പുരാൻ ഇവിടെ പഠിപ്പിക്കുന്നത് ഈ ഒരു ബന്ധത്തിലൂടെ മാത്രമേ മുൻപോട്ട് പോകുവാൻ സാധിക്കുകയുള്ളൂ. ഇന്ന് ഈ ലോകത്തിൽ ജീവിക്കുന്ന നമുക്ക് ലഭിച്ചിരിക്കുന്ന നിയോഗങ്ങൾ അതിൻ്റെ പൂർത്തീകരണത്തിൽ ചെയ്യുവാൻ നമുക്ക് സാധിക്കണമെങ്കിൽ നമുക്കും ഈ ഒരു ബന്ധമുണ്ടാവണം. സ്നേഹത്തിൽ അധിഷ്ഠിതമായ ബന്ധം ദൈവവുമായി, അതുപോലെ തന്നെ മറ്റ് മനുഷ്യരുമായി, സഹോദരങ്ങളുമായി ഈ ഒരു ആഴമായ സ്നേഹബന്ധമുണ്ടെങ്കിൽ മാത്രമേ ഇത് സാധിക്കുകയുള്ളൂ എന്ന് യേശു തമ്പുരാൻ കൃത്യമായി പഠിപ്പിക്കുകയാണ്. പ്രിയമുള്ളവരെ, അതുകൊണ്ട് നമുക്ക് നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരുമ്പോൾ ഈ യഹൂദന്മാർക്ക് സംഭവിച്ച കാര്യങ്ങളാണ് പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ നമുക്ക് സംഭവിക്കുന്നത്. യേശു ആരാണ് എന്ന് കൃത്യമായി അവർക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുന്നില്ല. അതുകൊണ്ട് അവൻ ദൈവപുത്രനാണ് എന്ന കാര്യം അവർക്ക് മനസ്സിലാക്കുവാൻ, അവർക്ക് ഗ്രഹിക്കുവാൻ കഴിയുന്നില്ല. ഇത് മനസ്സിലാക്കുവാൻ സാധിക്കണമെങ്കിൽ വിശ്വാസത്തിന്റെ ആഴമുണ്ടാവണം. ഇതാണ് യേശു തമ്പുരാൻ പറഞ്ഞത്, വിശ്വാസത്തിന്റെ ആഴമുണ്ടാവണം. അതുപോലെ തന്നെ ഈ കാര്യത്തിൽ നിലനിൽക്കണമെങ്കിൽ നിനക്കൊരു ഗാഢമായ സ്നേഹവും ഉണ്ടാവണം. പ്രിയമുള്ളവരെ, നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ഈ ഒരു ആഴമായ വിശ്വാസം ഇത് നിന്റെ ജീവിതത്തിൽ നിനക്ക് അനുഭവവേദ്യമാക്കി എടുക്കുവാൻ നിനക്ക് സാധിക്കണം. ഈ വിശ്വാസത്തിലേക്ക് ആഴപ്പെടുവാൻ നിനക്ക് സാധിക്കണം. ഈ വിശ്വാസത്തിൽ ആഴപ്പെട്ടുകൊണ്ട് ദൈവവുമായുള്ള ഈ സ്നേഹബന്ധത്തിൽ മുൻപോട്ട് പോകുമ്പോൾ അവിടെയാണ് നമുക്ക് തിരിച്ചറിയുവാൻ കഴിയുന്നത് ദൈവം കൂടെയുണ്ടെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ അസാധ്യമായി യാതൊന്നുമില്ല എന്ന്. എപ്പോഴും യേശു തമ്പുരാൻ തൻ്റെ പിതാവിനെ പിതാവേ എന്ന് വിളിക്കും. നമുക്കറിയാം, ഒരു കൊച്ചു കുഞ്ഞ് അവനെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ ഹീറോ എന്ന് പറയുന്ന അവൻ്റെ അപ്പനാണ്. അവൻ്റെ ജീവിതത്തിൽ അല്ലെങ്കിൽ അവൻ്റെ ചിന്തയിൽ അവൻ്റെ അപ്പൻ അസാധ്യമായി യാതൊന്നുമില്ല. എന്ത് കഠിനമായ കാര്യങ്ങളാണെങ്കിലും അവൻ്റെ അപ്പന് സാധ്യമാണ്. ഈ ഒരു കുഞ്ഞിനെ പോലെ യേശു തമ്പുരാൻ ഈ പിതാവുമായുള്ള ബന്ധം നമുക്ക് പറഞ്ഞു തരികയാണ്. എൻ്റെ പിതാവ് പഠിപ്പിച്ചതല്ലാതെ ഞാനൊന്നും ചെയ്യുന്നില്ല, എൻ്റെ പിതാവ് പറഞ്ഞതല്ലാതെ ഞാനൊന്നും ചെയ്യുന്നില്ല. പ്രിയമുള്ളവരെ, നമ്മുടെ ജീവിതത്തിലും യേശുവുമായി നമ്മുടെ ജീവിതത്തിൽ നമുക്കുണ്ടാകേണ്ട ഒരു ബന്ധം, ആത്മബന്ധം ഇതാണ്. എൻ്റെ പിതാവാണ്, എൻ്റെ പിതാവിന് അസാധ്യമായി എൻ്റെ ജീവിതത്തിൽ യാതൊന്നുമില്ല. അവൻ എനിക്ക് വേണ്ടി പ്രവർത്തിക്കുന്നവനാണ്, അവൻ എനിക്ക് വേണ്ടി നിലകൊള്ളുന്നവനാണ്. അവനോട് എത്രമാത്രം ഞാൻ ചേർന്ന് നിൽക്കുന്നുവോ അത്രമാത്രം എൻ്റെ ജീവിതം സുരക്ഷിതമാണ് എന്ന് തിരിച്ചറിയുക. അതാണ് യേശു തമ്പുരാൻ പഠിപ്പിക്കുന്നത്. പ്രിയമുള്ളവരെ, അതുകൊണ്ട് നമുക്കും ഈ യേശുവിനോട് ചേർന്ന് നിന്നുകൊണ്ട്, യേശുവിനോട് ചേർന്ന് നിൽക്കുന്നവരെ ആരും അപഹരിച്ചു കൊണ്ടുപോകുകയില്ല എന്ന് തമ്പുരാൻ പറയുന്നുണ്ട്. അപ്പോൾ അവനോട് ചേർന്ന് നിന്നുകൊണ്ട് നമ്മുടെ ജീവിതം നമുക്ക് സുരക്ഷിതമാക്കാം. നമ്മൾ എത്രമാത്രം താക്കോലുകളിട്ട് പൂട്ടി സംരക്ഷിക്കുവാൻ പരിശ്രമിച്ചാലും, എത്രമാത്രം മതിലുകൾ കെട്ടി സംരക്ഷിക്കുവാൻ പരിശ്രമിച്ചാലും നമുക്ക് നമ്മുടെ ജീവിതത്തെ സുരക്ഷിതമാക്കുവാൻ സാധിക്കുകയില്ല. നമ്മുടെ ജീവിതം സുരക്ഷിതമായിരിക്കുന്ന ഏക സ്ഥലം എന്ന് പറയുന്നത് എത്രമാത്രം മുന്തിരിച്ചെടിയും ശാഖകളും ചേർന്നിരിക്കുന്നത് പോലെ നമ്മുടെ ജീവിതത്തിൽ യാതൊരു വിടവുമില്ലാതെ ദൈവത്തോട് ചേർന്നിരിക്കുമ്പോഴാണ്. ഇടയൻ തൻ്റെ ആടുകളുടെ സ്വരം അറിയുന്നത് പോലെ, ആടുകൾ ഇടയൻ്റെ സ്വരം അറിയുന്നത് പോലെ നമ്മൾ ദൈവത്തിൻ്റെ സ്വരം എപ്പോഴും തിരിച്ചറിയുമ്പോഴാണ്. അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ ഈ ഒരു ഗാഢമായ ബന്ധത്തിലേക്ക് കടന്നു വരുമ്പോഴാണ് നമ്മുടെ ജീവിതത്തിൽ എൻ്റെ ജീവിതത്തിൻ്റെ എല്ലാമാണ് എന്ന ദൈവം ആണ് എന്ന തിരിച്ചറിവിലേക്ക് കടന്നു വരുവാൻ സാധിക്കുന്നത്. അതുകൊണ്ട് ഇതിനു വേണ്ടി നമുക്ക് ദൈവത്തിൻ്റെ സന്നിധിയിൽ ഇരുന്നുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം. അങ്ങനെ ദൈവത്തോട് ചേർന്നിരിക്കുമ്പോൾ മാത്രമേ വിശ്വാസത്തിലേക്ക് ആഴപ്പെട്ടുകൊണ്ട് നമുക്ക് കടന്നു വരുവാൻ സാധിക്കുകയുള്ളൂ. അതിന് സർവേശ്വരനോട് നമുക്ക് പ്രാർത്ഥിക്കാം. പിതാവിൻ്റെയും പുത്രൻ്റെയും ജീവനുള്ള പരിശുദ്ധ റൂഹായുടെയും തിരുനാമത്തിൽ ആമേൻ.